ഹായ് എവരി വൺ. അപ്പം വെൽക്കം ടു ഭൂട്ടാൻ തേർഡ് ഡേ. ഭൂട്ടാനിലെ തേർഡ് ഡേ ആണ് നമ്മളിന്ന് കാണുന്നത്. ഹോട്ടലിൽ ഫുഡൊക്കെ കഴിച്ച് ഹോട്ടലിൽ അത്യാവശ്യം നല്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നു രാവിലെ. നമുക്ക് പക്ഷേ ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ അധികം ഫുഡൊന്നും കഴിക്കാൻ തോന്നില്ല. കുറച്ച് ഫ്രൂട്ട്സും ബ്രെഡ് ടോസ്റ്റും ഒരു ടീയും പിന്നെ കോഫി എല്ലാം നല്ല നല്ല സാധനങ്ങളുണ്ടായിരുന്നു. കുറച്ച് ബ്ലാക്ക് കോഫിയും കുടിച്ചിട്ടാണ് ഞങ്ങൾ രാത്രി തിരിച്ച് അവിടെ ഭൂട്ടാനിൽ ആ ഹോട്ടലിലുണ്ടായിരുന്നതാണ് ഇത്. അതായത് അവർ പ്രെയർ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. എവിടെ നോക്കിയാലും അവരുടെ ഫോട്ടോസിൻ്റെയൊക്കെ മുന്നിൽ ഇങ്ങനെ ഒരു 7 പാത്രത്തിൽ ഇങ്ങനെ വെള്ളം നിറച്ച് വെക്കും. പിന്നെ അതിനേക്കാളും എന്നെ അതിശയിപ്പിച്ചത് നോക്കിക്കേ, ഗോഡിന് ഓഫർ ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ് ഇവരുടെ വിസ്കി. ഇതൊരു പ്രത്യേകതരം വിസ്കിയാണ്. അതായത് നമ്മൾ ഈ കാണുന്നതൊന്നും ടൈപ്പൊന്നും അല്ല, ഇതൊരു തരം ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി വെക്കുന്നത്. അതായത് ഗോഡിന് ഓഫർ ചെയ്യുന്നതാണ്. എനിക്ക് ഭയങ്കര അതിശയത്തോടെ തോന്നി. കാരണം നമ്മളിത് അമ്പലങ്ങളിലൊന്നും നമ്മളിത് കുടിച്ചിട്ട് പോലും കയറാൻ പാടില്ല എന്നാണല്ലോ പറയുന്നത്. അവിടെ ഗോഡിന് ഓഫർ ചെയ്യുന്നു ഇതൊക്കെ. അപ്പം നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂളിൻ്റെ സൈഡിലായിട്ട് പുഴ ഒഴുകുന്നുണ്ട്. എത്ര മനോഹരമായ കാഴ്ചയാണ്. Okay, so just now we are heading towards the Punakha. It is one of the oldest capital of Bhutan. So it will take around 2.5 hours from here. So on the way we have Dochula. It is one of the passes. It is around 2,600 above sea level. So there we will stop for a while. After that we will head towards Punakha. At first we will complete all the sightseeing. While returning we will have a lunch on the way and we will back to Thimphu. If possible, if we reach early in Thimphu, we will visit the local market of our country, Sabji Bazaar. We will go there and we will explore the things. ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ട് നമ്മളൊക്കെ പോകുന്നത് പുനാക്ക എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. Yeah, first we will complete all the sightseeing temple. 3,100 അബോവ് ദ സീ ലെവലാണ്. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടത്. കുറച്ച് ഹൈറ്റിലേക്കാണ് പോകുന്നത്. നല്ല മനോഹരമായ റോഡിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ എത്ര കണ്ടാലും മതിയാവില്ല. ഭൂട്ടാനിൽ നമുക്ക് ഏറ്റവും കാണാനുള്ളത് ഈ മനോഹരമായ കാഴ്ചയാണ് കാണാനുള്ളത്. അതായത് റോഡിൻ്റെ ഒരു സൈഡിൽ മലയും മറ്റേ സൈഡിൽ പുഴയും പിന്നെ റോഡും. ആ റോഡുകളായാലും നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ആരും ഹോൺ അടിക്കുന്നില്ല, സൗണ്ട് ഉണ്ടാക്കുന്നില്ല, ആരും ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. വളരെ സേഫായിട്ടുള്ള ഡ്രൈവിംഗ് ആണ് റോഡുകൾ കൂടെ. അത്ര മനോഹരമായ യാത്രയാണ്. കാരണം നമുക്ക് ക്യാമറ ഓഫ് ചെയ്യാനേ തോന്നില്ല. കാരണം എല്ലാം കവർ ചെയ്യാൻ തോന്നും. ഈ ക്യാമറയിൽ കൂടെ കാണുന്നത് പോലെയല്ല നമ്മൾ നേരിൽ കാണുമ്പോൾ. നല്ല മനോഹരമായ കാഴ്ചകളാണ്. അപ്പോൾ റോഡിൽ കൂടെ നമ്മളിനി പോകുന്നത് പുനാക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് ആദ്യം കാണാൻ പോകുന്നത് ദോച്ചില പാസ്സാണെന്ന് പറഞ്ഞു. ചിലപ്പോൾ അവിടേക്ക് പോകുമ്പോൾ ഫോഗി ആണെങ്കിൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ ലക്ക് പോലിരിക്കും. അവിടെ നിന്ന് നമുക്ക് ഏകദേശം ഹിമാലയം 180 ഡിഗ്രിയിൽ നമുക്ക് ഹിമാലയത്തിൻ്റെ ഒരു സൈഡും കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളിതാ ദോച്ചില പാസിലെത്തി. ദോച്ചില പാസിലെത്തിയപ്പോഴേക്കും വെതർ കംപ്ലീറ്റ്ലി ചേഞ്ചായി. ഭയങ്കര ഫോഗിയും മഴയും ഭയങ്കര തണുപ്പും കേട്ടോ. ഭയങ്കര രസമായിരുന്നു. പക്ഷേ ഇവിടെ 108 ചോട്ടൻസ് ആണുള്ളത്. ഈ കാണുന്നതിനെയൊക്കെ ചോട്ടൻസ് എന്ന് പറയുന്നത്. നോക്കിയാൽ നല്ല ഫോഗിയായിട്ട്. ആക്ച്വലി ഇവിടെയാണ് നമുക്ക് ഹിമാലയം കാണാൻ പറ്റുന്നത്. ഹിമാലയം ഒന്നും നമുക്ക് കാണാൻ പറ്റിയതേയില്ല കേട്ടോ. ഫുൾ ഫോഗിയാണ്. നമുക്ക് അടുത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ പറ്റാത്ത പോലെയാണ്. 3 ലെയറായിട്ടാണ് ഈ ചോട്ടൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നമ്മുടെ ആസാമിൽ നിന്ന് കുറച്ച് ടെററിസ്റ്റ് വന്നിട്ട് ഇവിടെ താവളം ഉറപ്പിച്ച് ഇവിടെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഇവിടുത്തെ ഭൂട്ടാനി സൈനികർ അതിനെ എതിർത്തിട്ട് അങ്ങനെ അവർ കുറേ പേര് കൊല്ലപ്പെടുകയും ചെയ്തു. അവരുടെയൊക്കെ ഓർമ്മയ്ക്കായിട്ട് വേണ്ടിയാണ് നമ്മളിവിടെ ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ വർഷവും ഇവിടുത്തെ മെമ്മറിക്ക് വേണ്ടി ഇവിടെ പൂജകളൊക്കെ ചെയ്യാറുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതായത് ഓപ്പറേഷൻ ക്ലിയർ എന്ന് പറഞ്ഞിട്ട് ഒരു അറ്റാക്ക് ആയിരുന്നു ഇവിടെ നടന്നിരുന്നത്. അപ്പം ഇതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ചതാണിത്. ഇത് ഒരിക്കൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. ഇതിൻ്റെ മുകളിൽ കയറി ആൾക്കാരൊക്കെ നിന്നു എന്ന് പറഞ്ഞ്, ഇന്ത്യൻസ് നിന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതാണ്. കാരണം ഇവർ ഇതിൻ്റെ പുറത്ത് കയറി നിൽക്കാനോ ഇതിൻ്റെ സൈഡിൽ നിൽക്കാനോ ഒന്നും നമ്മളെ അലൗ ചെയ്യുന്നില്ല. നമ്മുടെ ഗൈഡ് ഇതിന് നല്ല ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്.
അതിനുശേഷം നമ്മൾ ദോച്ല പാസ് ചെയ്യുന്നു. പക്ഷെ നമ്മുടെ അൺലക്ക് നമുക്കൊന്നും കാണാൻ പറ്റില്ല. അൺഫോർച്ചുനേറ്റ്ലി നമ്മളിതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോകും തോറും നമ്മുടെ വെതർ ചേഞ്ചായി വരുന്നുണ്ട്. നല്ല ഫോഗിയായിരുന്നു. ആക്ച്വലി റോഡിൻ്റെ ഈ സൈഡ് കാണാൻ പറ്റുമോ എന്ന് പോലും എനിക്ക് പേടിയായിരുന്നു. ഞാൻ ഫുൾ ഡ്രൈവറെ നോക്കിയിരിക്കും കേട്ടോ, വണ്ടി നല്ല ക്ലിയർ ആയിട്ട് ഓടിക്കുന്നത്. കാരണം ഇവിടെ ഹോൺ അടിക്കുന്നില്ലല്ലോ. ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ പോലും കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ പോകും തോറും കുറച്ച് ദൂരെ എത്തിയപ്പോഴത്തേക്കും സഡൻലി വെതർ ചേഞ്ചായി കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര മഴയും ഫോഗിയും, റോഡൊന്നും കാണാൻ പറ്റാത്ത പോലെ. ഇത് ഇങ്ങനെ പോകും തോറും റോഡ് ക്ലിയറായി നല്ല വെയിൽ വന്നുകൊണ്ടിരുന്നു. അപ്പം നമ്മൾ അവിടുന്ന് പുനാക്ക വാലിയിൽ നമ്മൾ ഈ ദോച്ല പാസ് ക്രോസ് ചെയ്ത് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പുനാക്ക വാലിയിലേക്കാണ്. അപ്പം ഇനിയും ഉള്ള കാഴ്ചകളും ഇനി നമുക്ക് മഴയും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളും ഒന്നും നമ്മൾ ഫേസ് ചെയ്തില്ല കേട്ടോ. നല്ല ക്ലിയർ സ്കൈ ആയിരുന്നു പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ. ഇവിടെ വരുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ്, ഈ ഏരിയയിൽ കുറച്ച് തണുപ്പ് കൂടുതലാണെന്ന് പറഞ്ഞ്. അപ്പോൾ എന്താ നമ്മൾ എത്തിയിരിക്കുന്നത് പുനാക്ക വാലിയിലേക്കാണ്. പുനാക്ക വാലിയിൽ എന്ന് പറയുമ്പോൾ ഇത് നോക്കിയേ, ഒരു ഗ്രാമപ്രദേശമാണ്. ഇവിടെ വരുമ്പോഴാണ് കാണുന്നത്, ഇവർ കൃഷിയൊക്കെ ചെയ്യും എന്ന് നമുക്ക് തോന്നുന്നത് ഇവിടെ കാണുമ്പോഴാണ്. കാരണം ഈ വാലിയുടെ താഴത്ത് നമുക്ക് കാണാം ലെയറായിട്ട് ഇങ്ങനെ മൗണ്ടൻസൊക്കെ കട്ട് ചെയ്ത് അവിടെ കൃഷികളൊക്കെ ചെയ്യുന്നു. ചെറിയ വീടുകളൊക്കെ ഉണ്ട്. എല്ലാം ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകളാണ്. റോഡൊക്കെ വളരെ ചെറിയ റോഡുമാണ്. അതായത് ഒരു ഗ്രാമത്തിൻ്റെതായ ഭംഗിയുണ്ട്. പക്ക വില്ലേജ് ഏരിയ ആണ്. നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ. ഇതിൻ്റെ ശരിക്കും ഭൂട്ടാനിൽ വന്നാൽ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ അത്രയും ഫ്രഷ് എയർ കിട്ടുന്ന ഒരു സ്ഥലം വേറെ ഈ ലോകത്ത് വേറെ ഇല്ല എന്നാണ് പറയുന്നത്. അത്രയും പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ളൊരു നാടാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ ചെറിയ ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളും പിന്നെ കുറച്ച് ഡെവലപ്പായിട്ട് വരുന്നു എന്നാണ് ഇവർ പറയുന്നത്. പണ്ടൊന്നും ഇത്രയും ഡെവലപ്പ് ആയിരുന്നില്ല. ഇങ്ങോട്ടൊന്നും വണ്ടികളൊന്നും പോയിക്കൊണ്ടിരുന്നില്ല. കുറച്ചടുത്ത് ഇറങ്ങി പിന്നെ നടന്നാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴേക്കാണ് റോഡൊക്കെ ക്ലിയറായി തുടങ്ങിയത് ഇതെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പണ്ടൊന്നും ഇത്രയും പോലും ആൾക്കാരില്ലായിരുന്നു. ഇപ്പോൾ നോക്കിക്കേ, കൺസ്ട്രക്ഷൻസൊക്കെ നടക്കുന്നത്. നേരത്തെ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ റിസോർട്ടുകളും ഓരോന്നായിട്ട് വരുന്നുണ്ട്. ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം ടൂറിസ്റ്റുകളെ ഇപ്പോൾ കുറേ അട്രാക്റ്റ് ചെയ്യുന്ന സ്ഥലമാണല്ലോ ഭൂട്ടാൻ. അപ്പോൾ ഇവിടെ കുറേ ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പം നമ്മളിനി ഫസ്റ്റ് കാണാൻ പോകുന്നത് ഇവിടെ ഇത് നോക്കിയേ, പാടം പോലെ കാണുന്നത് ഇവിടെ കൃഷികളാണ്. ഇവിടുത്തെ മെയിൻ കൃഷി എന്നാൽ നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ പലതരം മില്ലറ്റ്സ് ആണ്. ഇവരുടെ മെയിൻ ആഹാരം പല ടൈപ്പ് ഓഫ് മില്ലറ്റ്സ് ആണ്. ഇത് റൈസിൻ്റെ ആണ്. ഇവിടെ കൃഷിയുടെയൊക്കെ ഇങ്ങനെ ഒരു ലെവൽ കഴിഞ്ഞ് നെക്സ്റ്റ് ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൃഷിപ്പാടങ്ങളൊക്കെ. ഈ ഭാഗത്ത് വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ ഗ്രാമമുണ്ട്, ഇവിടെ കൃഷിയുണ്ടെന്നൊക്കെ തോന്നുന്ന ഒരു സ്ഥലമാണ്. ഇതാണ് നമ്മൾ എത്തിയ ഡെസ്റ്റിനേഷൻ. നെക്സ്റ്റ് നമ്മൾ ഇവിടെയാണ് കാണാൻ പോകുന്നത്. പുനാക്ക വാലിയിലെ മെയിനായിട്ടൊരു സ്ഥലമാണ്. എല്ലാ ടൂറിസ്റ്റുകളും വരുന്നതാണ്. ഇത് കണ്ടില്ലേ, നിറയെ വണ്ടികളും ബസ്സുകളും ഒക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ചെറിയ ഈ ഷോപ്പിംഗ് ഏരിയകളൊക്കെ ഉണ്ട്. ചില ആൻറ്റി ക്രാഫ്റ്റ് ആയിട്ടുള്ള ചില ഐറ്റംസ് കയ്യിലൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന സാധനങ്ങളില്ലേ, അങ്ങനത്തെ കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോകാൻ പോവുകയാണ്. പക്ഷേ എല്ലാവരും ഒന്നും വരുന്നില്ല. കാരണം ഒരു ടെമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ ടൈമിംഗ് ഒക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇവിടെ വളരെ സ്ട്രിക്റ്റ് ആണ്. കാരണം ഇവിടെ ഫോട്ടോസൊന്നും നമുക്ക് അകത്ത് പോയി അധികം ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ അലൗഡ് അല്ല. ഇവിടെ എവിടെ നോക്കിയാൽ കാക്ടസ് കണ്ടില്ലേ, എന്തൊരു ഹൈറ്റിലാണ് ഈ കാക്ടസ് വളർന്നു നിൽക്കുന്നത് നോക്കിയാൽ. എന്നിട്ട് ഇതിൽ ആ ചെറിയ കായ്കളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ പൂക്കൾക്കുള്ള പ്രത്യേകത, അതായത് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഇവിടെ നോട്ടീസിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പൂക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ പൂക്കൾക്കൊരു ഭയങ്കര ഡാർക്ക് കളറായിട്ട് തോന്നാറുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ഈ മണ്ണിൻ്റെ ആണോ വെതറിൻ്റെ ആണോ, സാധാരണ നമ്മളെ കാണുന്ന റെഡ് ബൊഗൈൻവില്ലയൊക്കെ ഇല്ലേ, ആ റെഡ് ബൊഗൈൻവില്ലയ്ക്ക് ഒരു ഡാർക്ക് കളറാണ്. ഭയങ്കര രസമാണ്. അങ്ങനെ പോകുമ്പോൾ നമ്മളൊരു കുട്ടി ഭൂട്ടാനി കുട്ടിയെ കണ്ടു. ഇവർ എപ്പോഴും ഈ ട്രഡീഷണൽ ലേഡീസിൻ്റെ ഡ്രസ്സ് കണ്ടു. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അവരോട് റെസ്പെക്റ്റ് തോന്നും. ഇത് കണ്ടോ, നമ്മുടെ ഗൈഡിൻ്റെ ഡ്രസ്സ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇവരിട്ടിരിക്കുന്ന ആ ഡ്രസ്സിനോട് റെസ്പെക്റ്റും അവരോട് തന്നെ നമുക്കൊരു റെസ്പെക്റ്റൊക്കെ തോന്നും, ഇവർ ഈ ഡ്രസ്സ് ചെയ്ത് പോകുന്ന കാണുമ്പോൾ. ഇനി നമുക്ക് പോകാനുള്ളത്, വണ്ടിയൊന്നും പോകാൻ പറ്റില്ല. നമുക്ക് നല്ലൊരു ദൂരം, നല്ലൊരു കയറ്റമാണ്. നമ്മളിങ്ങനെ ഈ മഡ് റോഡിൽ കൂടെ നടന്ന് വേണം നമുക്കിവിടെ പോകാൻ. ഇതാണ് ഈ അമ്പലത്തിൻ്റെ എൻട്രൻസ്. ഇതൊരു അമ്പലമായിട്ടൊരു വർഷിപ്പിംഗ് പ്ലേസ് ആണ്. വളരെ ഫേമസ് ആയി ഇവിടുത്തെ ഭൂട്ടാനീസ് ട്രഡീഷണലായി വരുന്നതാണ്. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു നല്ലൊരു പ്രെയർ വീലുണ്ട്. അത് കഴിഞ്ഞ് പോകുമ്പോൾ നല്ലൊരു ആൽമരം, വലിയൊരു ആൽത്തറയൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ അമ്പലങ്ങളൊക്കെ തോന്നുന്ന വിധത്തിലൊരു അമ്പലം. ഈ അമ്പലത്തിന് കുറേ പ്രത്യേകത ഉണ്ട്. ഈ അമ്പലത്തിൻ്റെ പേരാണ് ഫെർട്ടിലിറ്റി ടെമ്പിൾ. ഇതിൻ്റെ സ്റ്റോറി നമ്മുടെ ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. Chi means we say in dog. Chi means no. Usually in olden days here we can see no dogs. No dogs. Yeah, Chi means no dogs. So in olden days that we
visited a place called Dochula, no? So it is said that they have a local female deity there, and they were hunting up people who travel from one place to another. And a divine madman called Tupa Kile, he make a plan that under the tree he kept a guy. So he was climbing over the tree and waiting for female deity to hunt the cow. At that time, the female deity came to hunt the cow, and he was on the top of the tree. And it is said that when he was subduing the female deity, that female deity run from that total places to this village area and transform herself into a black female dog. And a divine man called Lama came here, and he knew that this local female deity transformed herself into a female black dog and subdued here where this black totem is located here. And he prophesied that one of his followers will construct this temple, and his half cousin brother named as Nawang Chok. And just a reminder, while going inside, you are not supposed to take any photograph, any video, and you have to remove your head, sunglasses, and we will go inside. Okay. Now this temple is ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് usually a മനസ്സിലായുള്ളൂ. couple who does not have a child, usually they came here to get a blessing or to seek a child. So especially for the women, they have 14-inch of phalas. Do you know phalas? So it is reported it is male organ. So in our language we say phalas. So usually a female has to carry on back after doing her wishes, and she has to be rotated 3 times of this temple, and after that she has to go inside. And those couple who got a child after visiting this temple, for a boy he should be named as Kille, and for a girl he should be named as Chimi. അതായത് ഈ ടെമ്പിളിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പാടില്ല. അതാണ് മെയിൻ ഇൻസ്ട്രക്ഷൻ തന്നെ. നമുക്ക് അമ്പലത്തിനകത്ത് വേണമെങ്കിൽ കയറാം, പക്ഷെ അകത്ത് കയറുമ്പോൾ നമ്മൾ ക്യാപ്പ് വെക്കാനോ സൺഗ്ലാസ് വെക്കാനോ പാടില്ല. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ കുട്ടികൾ ഉണ്ടാകാതിരുന്ന് കുറേ നാൾ കുട്ടികൾ ഉണ്ടാവാത്തവർക്കും പിന്നെ കുട്ടികളുടെ ആരോഗ്യത്തിനും ഒക്കെ വേണ്ടി വന്ന് പ്രെയർ ചെയ്യുന്ന സ്ഥലമാണ്. അതായത് നമ്മൾ ഇത് കണ്ടില്ലേ, ഈ ലേഡി ചെയ്യുന്ന കണ്ടില്ലേ, ഇങ്ങനെ ഇത് ബാക്കിൽ വെച്ചിട്ട് ഈ അമ്പലത്തിന് ചുറ്റും ഒരു റൗണ്ട് ചെയ്യുക. ഇതാണ് മെയിനായിട്ട് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യം. എന്നിട്ട് നമുക്ക് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടിക്ക് കിൻലി എന്നും, ബോയ് കുട്ടിയാണെങ്കിൽ കിൻലെ എന്നും, ഗേൾ ആണെങ്കിൽ ചിമ എന്നും പേരിടണമെന്നാണ് ഇവർ പറയുന്നത്. ഇതിനകത്തൊരാൾ ഈ അമ്പലത്തിനകത്ത് നമ്മൾ പ്രെയർ ചെയ്തിട്ടും അവർക്ക് കുട്ടികളുണ്ടായിട്ടും ഫോട്ടോസ് ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരും. ഫീമെയിൽ റിവർ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഞങ്ങൾ അമ്പലത്തിനകത്തൊക്കെ കയറി കേട്ടോ. നല്ല മനോഹരമായ കാഴ്ച. അതിനകത്ത് നല്ല പീസ് ആൻഡ് കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആണ്. അതായത് കുട്ടികളുടെ ഹെൽത്തിനും കുട്ടികൾ ഉണ്ടാകാത്തവർക്ക് വരാൻ വേണ്ടിയുള്ള ടെമ്പിളാണ്. ഭയങ്കര മനോഹരമായ കാഴ്ചയായിരുന്നു കേട്ടോ ഇത്. ഈ ടെമ്പിൾ വിസിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും വേർത്ത് തന്നെയായിരുന്നു. കാരണം നമുക്ക് നല്ല എൻജോയ് ചെയ്തൊരു സ്ഥലമായിരുന്നു. നല്ല ഭംഗിയും കാണാനും ഒക്കെ ഉള്ളൊരു ഭംഗിയുള്ള സ്ഥലമായിരുന്നു. കൂടുതലും ഇവിടെ ഭൂട്ടാനീസാണ് വരുന്നത്. ടൂറിസ്റ്റിനേക്കാളും കൂടുതൽ ഇവരാണ് ഇവിടെ വന്ന് ഭൂട്ടാനീസ് വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മെയിൻ ടെമ്പിൾ വർഷിപ്പിംഗ് പ്ലേസ് തന്നെയാണിത്. നല്ല മനോഹരമായിരുന്നു. ഇത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങുന്നതാണ്. കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നിയെങ്കിലും ഇറങ്ങുമ്പോൾ നല്ല രസമായിരുന്നു. നല്ല ഭംഗിയുള്ള നല്ല രസമുള്ളൊരു സ്ഥലം കേട്ടോ. നമുക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. 500 റുപ്പീസായിരുന്നു എൻട്രി പാസ്. നോക്കിയേ, ഇങ്ങനത്തെ സുവീനറാണ്. ഏത് കടയിൽ പോലും ഇങ്ങനത്തെ സുവീനർ നിറയെ വെച്ചിട്ടുണ്ട്. ഇവരങ്ങനെ ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ അലൗഡ് അല്ല. കാരണം നമ്മളതൊക്കെ കണ്ടിച്ചിരിക്കും എന്നാണ് ഇവർ പറയുന്നത്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഇവിടുത്തെ മെയിൻ ഒരു സ്ഥലമാണ്. നമ്മുടെ സെക്രട്ടേറിയറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇവരുടെ ഈ എന്താ പറയുന്ന റൂൾസും ഇവരുടെ ഭരണഘടനയെ സംബന്ധിച്ചുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ തിംഫു ആണ് ഇവിടെ ക്യാപിറ്റെങ്കിലും ഈ ഫുനാക്കലി ഈ ഫോർട്ടിലാണ് ആക്ച്വലി ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുനാങ്ക ചോങ് എന്നാണ് ഇതിനെ പറയുന്നത്. ഫുനാക്ക ജോങ് ഇതാണ് കറക്റ്റ് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ. ഫുനാങ്ക ജോങ്.
ഇനി നമുക്കിത് പോകുന്നത് ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്താണ്. അതായത് ഇവിടെ മോച്ചു റിവറാണ് ഈ കാണുന്നത്. ഈ മോച്ചു റിവറിനെ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ സ്ഥലത്തേക്ക് പോകാൻ. ഭയങ്കര മനോഹരമായ ഒരു റിവർ. ഈ റിവറിൽ കൂടി ഈ ബ്രിഡ്ജ് കണ്ടില്ലേ, ഈ ബ്രിഡ്ജ് ആക്ച്വലി തടിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനൊരു പില്ലർ പോലും നമുക്ക് ഈ റിവറിലേക്ക് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റില്ല. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എൻട്രൻസ് ഉണ്ട്, ഇറങ്ങുന്ന സമയത്തും തടികൾ കൊണ്ട് മാത്രമാണ് ഇത് പണിതിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ റിവറിനകത്തേക്ക് നമുക്കൊരു പില്ലർ പോലും കാണാൻ പറ്റില്ല. ഫുൾ തടിയും കല്ലും, തറ മുഴുവൻ കല്ല് പാകിയിരിക്കുകയാണ്. ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ളതാണിത്. ഇതിൻ്റെ പേരാണ് പുനാങ്ക ജോങ്. ഇതിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ ഈ രണ്ട് സൈഡിലും പ്രയർ വെയിലുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഇവരുടെ പണ്ടത്തെ ഫസ്റ്റ് കിങ് ആയിരുന്ന കിങ് മാത്രമേ ഇവിടെ താമസിച്ചുള്ളൂ. പിന്നെ എല്ലാവരും ഇവിടുന്ന് മാറി കിങ്ങിൻ്റെ പാലസുകളൊക്കെ ചേഞ്ച് ചെയ്തു, പ്രോപ്പർ തിംഫുവിലേക്ക് മാറ്റി. ഫസ്റ്റ് ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഇവർ കിങ് മാറി പുതിയ കിങ്ങിനെ എടുക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ടാണ് ഇവരിപ്പോഴും ഇതിൻ്റെ ചടങ്ങുകളൊക്കെ നടത്തുന്നത്. ഭയങ്കര വലിയ ബിൽഡിങ്ങും നല്ല മനോഹരമായ ബിൽഡിങ്. അവിടെ നിന്ന് നോക്കുമ്പോൾ നിറയെ കേട്ടോ, ഈ ഹൈറ്റിലായതുകൊണ്ടായിരിക്കും നിറയെ ഹണി കോമ്പുകൾ കാണാം കേട്ടോ. ഇത് നോക്കിയാൽ ഹണി ബിയാണ്, ഫുൾ ഹണി കോമ്പ് വെച്ചിരിക്കുകയാണ്. എനിക്ക് കാണുമ്പോൾ ഒരു പേടി, ഇതിൽ കയറുമ്പോൾ ഇനി ഹണി എങ്ങാനും വന്ന് കുത്തുമോ അങ്ങനെ പറക്കുമോ എന്നൊക്കെ. അങ്ങനെ കയറുമ്പോൾ ഇതിൻ്റെ മുന്നിലായിട്ട് വലിയൊരു സ്റ്റെപ്പുകൾ കാണാം. നിങ്ങൾക്ക് കാണാമെന്നറിയില്ല, ഇതിൽ 3 സ്റ്റെപ്സ് വെച്ചിട്ടുണ്ട്. ആ 3 സ്റ്റെപ്സ് എന്ന് പറയുന്നത് അത് നടുക്ക് ഗോൾഡൻ കളർ സ്റ്റെപ്സ് ഉണ്ട്. അത് കിങ്ങിന് മാത്രം കയറാനുള്ള സ്റ്റെപ്സാണ്. അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഉണ്ട്. ഒരു റൈറ്റിലുള്ള സ്റ്റെപ്സിൽ കൂടെ വേണം നമ്മൾ കയറാൻ. ഇറങ്ങാൻ നമ്മൾ ആ ലെഫ്റ്റിൽ കൂടെയുള്ള സ്റ്റെപ്സിൽ കൂടെ വേണം. അപ്പോൾ ആ എൻട്രൻസ് സ്ഥാനത്ത് കുറച്ച് സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് വീഡിയോസ് അലൗഡ് അല്ലായിരുന്നു. അതിനകത്ത് കയറുമ്പോൾ നമ്മുടെ പഴയ നാലുകെട്ടൊക്കെ ഓർപ്പിക്കുന്നത്. ഇത് കണ്ടോ, ബോധിവൃക്ഷം, നമ്മുടെ ബുദ്ധൻ്റെ ബോധിവൃക്ഷം. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന് നട്ട് പിടിപ്പിച്ച് വളർത്തിയതാണെന്ന് ഇവർ പറയുന്നത്. ഇത് നോക്കി, ഇവിടെ നിറയെ മോങ്സൊക്കെ കാണാം. കാരണം ഇവർക്ക് ഇവിടെ പഠിപ്പിക്കുന്നതും കൂടിയാണ് സ്ഥലം. മോങ്സിനെയൊക്കെ ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ ഇത് കണ്ടില്ല, ഈ ടവറിനകത്താണ് അവർ പണ്ട് ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നതും പിന്നെ വാച്ചിങ് ടവറായിട്ടും ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് 3 അകത്തളങ്ങളുണ്ട്. ഇതുപോലെ 4 കെട്ട് പോലെ 3 അകത്തളങ്ങളുണ്ട്. ഇവിടെ ഒന്ന്, ഇത് ക്ലോസ് ചെയ്താൽ വരണം, അത് ലാസ്റ്റ് ഉള്ളതിനകത്ത് നമുക്കൊരു ബുദ്ധൻ്റെ ടെമ്പിളും ഉണ്ട്. അവിടെയും നിറയെ പെയിൻറ്റിങ്സും. അവിടെ നിന്ന് നമുക്ക് വീഡിയോസ്, കുറേ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അത് കാരണം നമ്മൾ അധികം വീഡിയോസും ഫോട്ടോസും ഒന്നും എടുത്തില്ല. നമ്മൾ ഇവിടം വരെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു. ആ സ്ഥലത്തെല്ലാം ചെറിയ കുട്ടികളുണ്ട് കേട്ടോ, മോങ്സ് ആകാൻ വേണ്ടി പഠിക്കുന്നവർ. ഭയങ്കര സൈലൻസ് ആണ് ഇവിടെ. ആരും അങ്ങനെ അധികം സൗണ്ടിൽ സംസാരിക്കുകയൊന്നുമില്ല. അപ്പോൾ നമ്മൾ അധികം വീഡിയോസൊന്നും എടുത്തില്ല. ഇത്രയും ഭാഗം മാത്രമേ കവർ ചെയ്തുള്ളൂ. നമ്മുടെ കോച്ചില്ലേ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡില്ലേ, പുള്ളിക്കാരൻ ഭയങ്കര പേടിക്കാരനാണ്. അത് കാരണം നമ്മളോട് പറയും, എനിക്ക് പേടിയാണ്, നിങ്ങൾ ഫോട്ടോ എടുക്കേണ്ട, വീഡിയോ എടുക്കേണ്ട. ആൾക്ക് ഭയങ്കര പേടിയാണ്. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങിയതാണ്. കുറേ സ്നാക്സും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ റോഡുകളോട് യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ഒരു പ്രോബ്ലം ആണല്ലോ ഈ വോമിറ്റിംഗ് സെൻസേഷൻ. അത് കാരണം നമ്മൾ ഒന്നും കഴിച്ചിരുന്നില്ല. ഇവിടെ വന്നപ്പം നമ്മൾ കുറച്ച് ഈ കുക്കുംബറും മാംഗോ ഒക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര വിലയായിരുന്നു. അത് കാരണം എല്ലാവരും കൂടി വന്നു ഒരു കുറച്ച് പീസൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു. ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ പോകുന്ന ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കാണ്. ഈ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് പോകുന്ന വഴിക്ക് ഇത് കാണാൻ പറ്റുമോ, ഇത് ശരിക്കും നടന്ന് തന്നെ പോകണം കേട്ടോ. ഇത് കണ്ടോ, ഈ കാക്ടസ്, ഇത് നമുക്ക് പണി തന്നു കേട്ടോ. എല്ലാവരും ഈ കാക്ടസ് നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടില്ല ഇത് കഴിക്കാൻ. പക്ഷേ ഇവിടുത്തെ ഗൈഡിനോടൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ അത് കഴിക്കാനേ പാടില്ല, കൊള്ളില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മളിതിൽ കുറച്ച് പറിച്ചു. നമുക്ക് എല്ലാവർക്കും പണി കിട്ടി, എല്ലാവരുടെയും മേത്ത് കൊണ്ടു. അങ്ങനെ നമ്മൾ മോച്ചു റിവറിൻ്റെ മുകളിൽ കൂടിയുള്ള ആ ബ്രിഡ്ജ്, ആ ഹാങ്ങിങ് ബ്രിഡ്ജ്, അതായത് അയൺ ബ്രിഡ്ജാണ്, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ബ്രിഡ്ജാണ്. അപ്പോൾ നമ്മൾ ഈ ബ്രിഡ്ജ് ശരിക്കും ഷേക്ക് ആവട്ടോ. ഇതിലൂടെ പോകുമ്പോൾ നമുക്കൊന്ന് പേടിയൊക്കെ തോന്നും. കാരണം റിവറിൻ്റെ നടുക്കെത്തുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇത് വീഴ് പോവുമോ എന്തൊക്കെ തോന്നിപ്പോവും. പക്ഷേ ഇവിടെ പല ടീച്ചേഴ്സും ഇതൊക്കെ ചൈൽഡ്ഹുഡിലെ എക്സ്പീരിയൻസ്. അമ്പുജമ്മൊക്കെ പറയുന്ന കുഞ്ഞിലെ സ്കൂളിൽ പോകുമ്പോൾ ഇതുപോലൊരു തൂക്കുപാലത്തിൽ കൂടെ നടന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആ ഗ്രാമത്തെയും ഈ ഗ്രാമത്തെയും കൂടെ കണക്ട് ചെയ്യുന്നത് ബ്രിഡ്ജാണ്. പക്ഷേ എനിക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ നന്നായി എൻജോയ് ചെയ്തു ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അങ്ങനെ നടന്ന് ഏകദേശം മിഡിലെത്താറായപ്പോൾ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോയില്ല. മഴ നനഞ്ഞു. പിന്നെയും നമുക്ക് കുറച്ച് ദിവസം കൂടി ഇവിടെ ഭൂട്ടാനിലുണ്ടല്ലോ, പനി വന്നു കഴിഞ്ഞാൽ പെട്ടു പോവുമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങി. പക്ഷേ ഇവിടെ നിന്ന് കയറിക്കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്ഥലം. അത് നോക്ക്, വെതർ പെട്ടെന്ന് ചേഞ്ചായി ഡാർക്കായി.
ആക്ച്വലി ഞങ്ങളിത് നല്ല എൻജോയ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പലരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് എല്ലാം റിട്ടേൺ വരാൻ തുടങ്ങി. കാരണം ഇത് സേഫ് അല്ല, നമ്മൾ മഴ നനയും, നടുക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുടയോ ഒന്നുമില്ല, നമുക്കിത് സേഫ്റ്റിക്ക് നമ്മൾ ശരിക്കും നനയും. പിന്നെ ഡ്രസ്സും നമുക്കിനിയും പോകാനുള്ളതാണ്, ഡ്രസ്സും നനയും, നമുക്ക് ഡ്രസ്സും ഇല്ല ചേഞ്ച് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും നമ്മൾ തിരിച്ചു പോകണം. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പകുതി പോലും എത്തിയിട്ടില്ല. ആക്ച്വലി അവിടെ എത്തി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും വിശക്കുമായിരുന്നു, ഫുഡ് കഴിക്കാനുള്ള ഒരു തിടുക്കം. അപ്പം നമ്മളിനി ഈ ഒരു ബ്രിഡ്ജിൽ കൂടി, അത് വണ്ടികൾ പോകുന്ന ഒരു ബ്രിഡ്ജാണ്, അതിൽ കൂടെ പോയിട്ട് നമ്മുടെ ഗൈഡും നമ്മുടെ ഡ്രൈവറും ഒരു ഹോട്ടലിലേക്ക് എത്തിച്ചു. അതായത് ലേക്ക് വ്യൂ വരുന്ന ഒരു ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ ഈ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ പോവാണ്. ആക്ച്വലി ഈ ഹോട്ടലുകളിലൊക്കെ എത്തുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഇവിടുത്തെ സ്മെല്ലൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ലായിരുന്നു. എല്ലായിടും ഇതൊക്കെ അതായത് നമ്മുടെ ഗൈഡ് കഴിക്കുന്നത് നോക്കിക്കേ, ചോറെടുത്തു, എന്നിട്ട് ചോറിനകത്തേക്ക് ഇടുന്നത് നോക്കിക്കേ നമ്മുടെ നൂഡിൽസ് പൊട്ടിച്ചിട്ടിട്ട് ഇമാദാശി കറിയും ഉണ്ട് കേട്ടോ. ഇമാദാശി ഇല്ലാതെ ഇവിടെ ഒരു പരിപാടിയില്ല. അവരെപ്പോഴും ഇമാദാശി കൂട്ടിയാണ് കഴിക്കുന്നത്. നൂഡിൽസ് എടുത്തു, എന്നിട്ട് നൂഡിൽസിനകത്തേക്ക് അതിൻ്റെ ഒരു ടേസ്റ്റും പൗഡറില്ലേ, ആ പൗഡറും കൂടെ കുഴച്ചിട്ട് നമ്മൾ മിക്സറൊക്കെ കൂട്ടി ചോറ് കഴിക്കില്ലേ എന്ന് പറയുന്ന പോലെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടിട്ട് ആൾ ചോറ് കഴിക്കുകയാണ്. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഫുഡുകളൊന്നും, ഞങ്ങളിന്ന് മേടിച്ചത് മോമോസാണ്. കാരണം മോമോസ് ഓക്കെയാണ്, വലിയ കുഴപ്പമില്ല. പക്ഷേ ഇവിടുത്തെ കറികളൊക്കെ കൂട്ടി ആക്ച്വലി നമുക്ക് എന്തോ കഴിക്കാനേ പോകുന്നില്ല. നമ്മുടെ നാട്ടിൽ പോയി കുറച്ച് ചമ്മന്തി അരച്ച് ചോറുണ്ണാൻ പോലെയൊക്കെ നമുക്ക് തോന്നിപ്പോവും. പക്ഷേ ഇയാൾ എത്ര ടേസ്റ്റി ആയിട്ടാണ് കഴിക്കുന്നത് നോക്കിയൊക്കെ. നല്ല ഹാപ്പി ആയിട്ട് കഴിക്കുന്നു. ഓ സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു ഫണ്ണായിട്ട് തോന്നി. അതാണ് ഞാൻ അങ്ങനെ അവിടെ നിന്ന് നോക്കുമ്പോൾ അതാ ഇമാദാഷിയുടെ ചെടി നോക്കി, ചില്ലിയുടെ കൃഷി നോക്കിയൊക്കെ. ഈ ചില്ലിയാണ് ഇവിടുത്തെ ഫേമസ്. നോക്കി എത്ര ഏക്കേഴ്സിലാണ് അവർ ആ ചില്ലി നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അവർക്കൊരു ചില്ലിയില്ല, ഒരു പരിപാടിയില്ല. चिल्ली यूज चिल्ली फ्रेश अच्छा वाला, फ्रेश है ना, अच्छा वाला है. अच्छा थैंक यू. ये क्या है? ये बीन्स ऐसे ही खाते. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു റിവർ കണ്ടു. നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന വിധത്തിൽ നിറയെ ഉരുളൻ കല്ലുകളും ഒക്കെ ആയിട്ട്. പക്ഷേ എനിക്കൊന്ന് ഇറങ്ങാം, നമ്മുടെ ടൈം കഴിഞ്ഞു. ആക്ച്വലി നമ്മൾ ഇത്രയേ ഉള്ളൂ കാണാൻ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളെന്നാൽ ഈ റിവറിലൊന്ന് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങി. ഭയങ്കര രസമായിരുന്നു കേട്ടോ. നമ്മുടെ ഗൈഡ് ആക്ച്വലി ഞങ്ങളെ അലൗ ചെയ്തില്ല. ഞങ്ങൾ കുറച്ച് ഫൈറ്റൊക്കെ ചെയ്തിട്ട് ഇറങ്ങിയ സ്ഥലമാണ്. ആ വെള്ളത്തിൽ കാല് വെക്കാൻ പറ്റില്ല കേട്ടോ, ഐസിനേക്കാളും തണുപ്പാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു. നല്ല മനോഹരമായ കാഴ്ചകൾ, കുറേ കുട്ടികളൊക്കെ സ്റ്റോൺസൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ഭയങ്കര ദിവസം ഇത് അവസാനിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. जे चेतेला जे यु ए मारी लोला चेते जे वे मिचोलो न्यूजी कुचला माना